الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പരിസമാപ്തിയിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. റബീഉൽ അവ്വലിൽ പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും അതോടനുബന്ധിച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ മാതൃകകളെ സംബന്ധിച്ചുമെല്ലാമായിരുന്നു നമ്മൾ വിശദീകരിച്ചിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഗസയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ മാസം മുഴുവൻ പ്രവാചക സ്നേഹത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളെ സംബന്ധിച്ചുമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ മാസത്തിൻ്റെ അവസാനത്തിലേക്ക്, പരിസമാപ്തിയിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഉന്നതമായ സ്വഭാവ മൂല്യങ്ങൾ ആർജിക്കേണ്ടതിൻ്റെ ആ സ്വഭാവ മൂല്യങ്ങളാവണം നമ്മുടെ കുടുംബ സാമൂഹിക ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടത്. അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഏറ്റവും ഉന്നതമായ ഒരു സർട്ടിഫിക്കറ്റാണ്, ഒരു സാക്ഷ്യപത്രമാണ്. നിശ്ചയം പ്രവാചകരെ, അങ്ങ് ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നിശ്ചയം പ്രവാചകരെ, നിങ്ങൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്. പ്രവാചകനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇങ്ങനെ ഒരു സാക്ഷ്യപത്രം നടത്തുമ്പോൾ, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു നൽകുമ്പോൾ എങ്ങനെ പ്രവാചകൻ ഇത് നേടിയെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കണം. എല്ലാവരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല നിലയിൽ പെരുമാറി. പെരുമാറ്റമാണ് മനുഷ്യന്റെ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ലക്ഷണം എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത്. പെരുമാറ്റം നന്നാവുക. പല ആളുകളും പല തരത്തിലായിരിക്കും. അതുകൊണ്ട് പലരുടെയും പെരുമാറ്റം മോശമാണ്. ചിലരുടെ പെരുമാറ്റം വീട്ടിൽ മോശമാണ്, ചിലരുടെ പെരുമാറ്റം മസ്ജിദിന്റെ കോമ്പൗണ്ടിൽ മോശമാണ്, ചിലരുടെ പെരുമാറ്റം പൊതുമധ്യത്തിൽ മോശമാണ്, ചിലരുടെ പെരുമാറ്റം അങ്ങാടിയിൽ മോശമാണ്. അവരുടെ ന്യായങ്ങൾ എന്താണ്? ആളുകൾ അങ്ങനെ പെരുമാറി, ഇങ്ങനെ പെരുമാറി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരുടെയും സ്വഭാവമനുസരിച്ചുകൊണ്ട് അവരോട് പെരുമാറി എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും സ്വഭാവം
പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് ഇടപെട്ടു എന്നുള്ളതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. മനുഷ്യർ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ അല്ലാഹു തആല മണ്ണിൽ നിന്നാണ് പടച്ചത്. നമുക്കറിയാം മണ്ണിന്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ പ്രദേശത്തെയും മണ്ണ് ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിലാണ്, വ്യത്യസ്തങ്ങളായ നിറങ്ങളിലാണ്, വൈവിധ്യങ്ങളോടുകൂടെയാണ് മണ്ണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പടച്ചിട്ടുള്ളതെങ്കിൽ മനുഷ്യന്റെ സ്വഭാവവും വ്യത്യസ്തങ്ങളാണ്, വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞതാണ് മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. കാരണം അവൻ മണ്ണിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു തആല അവനെ പടച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു പറയാൻ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ ത്വയ്യിൻ, നിശ്ചയം മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് പടച്ചിരിക്കുന്നു. അല്ലാഹു പറയാൻ, നിശ്ചയം മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്ന്, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. അങ്ങനെ ധാരാളം ഖുർആനിക വചനങ്ങൾ കാണാം. അല്ലാഹു പറയാൻ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, നിശ്ചയം മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത് കറുത്ത ചെളി പാകപ്പെടുത്തിയുണ്ടാക്കിയ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന കളിമൺ രൂപത്തിൽ നിന്നാണ് മനുഷ്യനെ നാം പടച്ചിട്ടുള്ളത്. അല്ലാഹു തആല മനുഷ്യനെ മണ്ണിന്റെ സത്തിൽ നിന്ന് പടച്ചു എന്നാണ് ഖുർആനിക വചനങ്ങളിൽ നിന്ന് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതൊരു ജീവജാലത്തിൻ്റെയും സ്വഭാവം രൂപപ്പെടുന്നത് ആ ജീവജാലം എവിടെ നിന്ന് രൂപപ്പെട്ടു എന്നതിനനുസരിച്ചാണ്. മനുഷ്യൻ മണ്ണിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് എങ്കിൽ മനുഷ്യന്റെ സ്വഭാവം മണ്ണിന്റെ വൈവിധ്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തങ്ങളാണ്. ഇതാ തുർമുദി നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖലഖ ആദമ മിൻ ഖബദത്തിൻ ഖബദഹാ മിൻ ജമീഇൽ ഖൽഖ്, നിശ്ചയം അല്ലാഹു തആല മനുഷ്യനെ പടച്ചിട്ടുള്ളത് ഭൂമിയുടെ എല്ലാ ഭാഗത്തിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ഒരു പിടിയിൽ നിന്നാണ്. എല്ലാ ഭാഗത്തെയും മണ്ണിന്റെ അംശങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിലെ എല്ലാ ഭാഗത്തെയും മണ്ണിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ഒരു പിടിയിൽ നിന്നാണ് നിശ്ചയം അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തുർമുദി നിവേദനം ചെയ്യുകയാണ്. ഫജാഅ ബനു ആദം അലാ ഖദരിൽ അർദ്, അതുകൊണ്ട് ഈ മണ്ണിന്റെ പ്രകൃതത്തിലാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്, മണ്ണിന്റെ സ്വഭാവത്തിലാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്. ജാഅ മിൻഹുൽ അഹ്മറു വൽ അബ്യദു വൽ അസ്വദു വബൈന ദാലിക്, മനുഷ്യരിൽ ചുവന്ന നിറമുള്ള ആളുകളുണ്ട്, വെളുപ്പും ചുവപ്പും നിറം കലർന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ബ്രിട്ടീഷുകാർ വെള്ളക്കാരെയൊക്കെ അങ്ങനെ ധാരാളം ചുവപ്പിനോട് അടുപ്പമുള്ള നിറമുള്ള ധാരാളം ആളുകളെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. ചുവന്ന നിറമുള്ള മനുഷ്യരുണ്ട്, വൽ അബിയദ് വെളുപ്പ് നിറമുള്ള പൂർണ്ണമായ വെളുപ്പ് നിറമുള്ള മനുഷ്യരുണ്ട്, വൽ അസ്വദ് അങ്ങേയറ്റം കറുപ്പ് നിറമുള്ള മനുഷ്യരുണ്ട്. ബൈനദാലിക്, ഇതിൻ്റെയൊക്കെ ഇടകലർന്ന, നമ്മുടെ ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടകലർന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. വസ്സഹ്ലു വൽ ഹസനു വൽ ഖബീഥു വത്വയ്യിബു വബൈന ദാലിക്, അതുപോലെ തന്നെ ലളിതന്മാരായ ലാളിത്യമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ പരുക്കന്മാരായ പരുക്കൻ സ്വഭാവമുള്ള ആളുകളുണ്ടാവും, അതുപോലെ മ്ലേച്ഛന്മാരായ ആളുകളുണ്ടാവും, നല്ല ആളുകളുണ്ടാവും, അതിൻ്റെ ഇടയിലുള്ള ആളുകളും ഉണ്ടാവും. ഈ സ്വഭാവം ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള അയാൾ പരുക്കനാണോ എന്ന് ചോദിച്ചാൽ പരുക്കനല്ല, അത്രയ്ക്ക് ലളിതനുമല്ല. അങ്ങനെയുള്ള ആളുകൾ, വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളോട് കൂടിയ ആളുകൾ ഭൂമിയിലുണ്ട്. അതിൻ്റെ കാരണം എന്താ? മനുഷ്യനെ പടച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നാണ്. ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അള്ളാഹു പിടിച്ചെടുത്തിട്ടുള്ള മണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം തിർമിദി ആ ഒരു വചനം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള
മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളതെങ്കിൽ പിന്നെ ഏത് രീതിയിലും പെരുമാറാം. എങ്ങനെ പെരുമാറിയാലും അതൊക്കെ മണ്ണിന്റെ കുഴപ്പമാണെന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചില ആളുകൾ ചിന്തിക്കും. അങ്ങനെയല്ല. ഈ മണ്ണിൽ നിന്ന് പടച്ചതിന് ശേഷം അല്ലാഹു തആല പറയുന്നുണ്ട്, വനഫഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹു അവന്റെ ചൈതന്യത്തിൽ നിന്ന് ഊതുകയും ചെയ്തിരിക്കുന്നു മനുഷ്യനിൽ. അതല്ലെങ്കിൽ ആ പടപ്പിൽ അല്ലാഹു അവന്റെ ചൈതന്യത്തിൽ നിന്ന് ഊതിയിരിക്കുന്നു, മണ്ണിൽ ഊതിയിരിക്കുന്നു. അല്ലാഹു പറയാം, വനഫഖ ഫീഹി മിർ റൂഹിഹി, അല്ലാഹുവിന്റെ ചൈതന്യത്തിൽ നിന്ന് മനുഷ്യനിൽ ഊതുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവികമായ ചൈതന്യമുള്ള സ്വഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത്. മനുഷ്യൻ മണ്ണിന്റെ വൈവിധ്യ സ്വഭാവങ്ങൾ അത് പ്രകടിപ്പിക്കാനല്ല വാശി പുലർത്തേണ്ടത്, മറിച്ച് ദൈവികമായ ചൈതന്യമുള്ള സ്വഭാവമാവണം അവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മണ്ണിന് കുറെ വ്യത്യസ്തതകളുണ്ട്. അതുകൊണ്ട് ആ വ്യത്യസ്തതകളിൽ ഒന്നാണ്, എനിക്ക് ഈ പെരുമാറ്റമൊന്നും മാറ്റാൻ കഴിയില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ടല്ലോ, നിന്റെ ആ സ്വഭാവം നീ ഒന്ന് മാറ്റണം, ആ പരുക്കൻ പെരുമാറ്റം നീ ഒന്ന് മാറ്റണം എന്ന് നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ പറയും, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് മാറ്റാൻ കഴിയില്ല. അങ്ങനെയല്ല, മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. മാറിയിട്ടുണ്ട്, മുൻഗാമികൾ മാറിയിട്ടുണ്ട്. പരുക്കൻ സ്വഭാവമുണ്ടായിരുന്ന പലരും, അങ്ങേയറ്റം പരുക്കൻ സ്വഭാവമുള്ള മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എത്ര മാറി, എത്രമാത്രം ലോല ഹൃദയമുള്ള മനുഷ്യനായി ഇസ്ലാമിനെ ഉൾക്കൊണ്ടപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മാറി. സഹോദരങ്ങൾ, അങ്ങനെയാണ് ഓരോ സ്വഹാബിമാരിലും മുൻഗാമികളിൽ അങ്ങനെ വലിയ വലിയ മാറ്റങ്ങൾ, സ്വഭാവപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മാറാൻ കഴിയും. മണ്ണിന്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾ എന്നുള്ളതല്ല, മറിച്ച് ദൈവികമായ ചൈതന്യമുള്ള ഒരു സൃഷ്ടി, ആ ഒരു രീതിയിൽ ഉയർന്നു നിൽക്കാനാണ് മനുഷ്യന് സാധ്യമാവേണ്ടത്. സ്വഭാവം നന്നാവുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്, എൻ്റെ അഭിപ്രായ രൂപീകരണത്തെയും അത് ബാധിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെയും ബാധിക്കുന്ന വിഷയമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ കുടുംബ പ്രശ്നത്തിൽ ഒരാളിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അയാളുടെ ഭാര്യയുമായിട്ട് അയാൾക്ക് വലിയ പ്രശ്നമുണ്ട്. അയാൾ അലഞ്ഞു നടക്കുമ്പോൾ അയാളുടെ പരുക്കൻ പ്രകൃതക്കാരനായ, മോശം സ്വഭാവക്കാരനായ ഒരു സുഹൃത്തിനെ കണ്ടുകൊണ്ട് അഭിപ്രായം ചോദിച്ചു. ഞാൻ വലിയ കുടുംബ പ്രശ്നത്തിലാണ്, എൻ്റെ ഭാര്യ എന്നെ ഉൾക്കൊള്ളുന്നില്ല, എത്ര പറഞ്ഞാലും ഒന്നും കേൾക്കുന്നില്ല, വല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറയുമ്പോൾ അയാൾ എന്താ പറയാ? ആ പരുക്കൻ സ്വഭാവക്കാരൻ, ആ മോശം പ്രകൃതക്കാരൻ എന്തു പറയും? അതൊക്കെ നിന്റെ പ്രശ്നമാണ്, നിന്റെ ആണത്വമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നല്ല അടി കൊടുത്തുകൊണ്ട് ശരിപ്പെടുത്തണം, സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ പോവാൻ പറ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആ മോശം സ്വഭാവക്കാരനായ, പരുക്കൻ പ്രകൃതക്കാരനായ ആ മനുഷ്യൻ പ്രതികരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് എൻ്റെ മോശം സ്വഭാവം, എൻ്റെ പരുക്കൻ സ്വഭാവം, സൗമ്യമല്ലാത്ത എൻ്റെ പെരുമാറ്റം എൻ്റെ ജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എൻ്റെ അഭിപ്രായ രൂപീകരണത്തെ അത് ബാധിക്കുന്നുണ്ട്, അത് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾ ചിന്തിച്ചു നോക്കിൻ, എന്നോട് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കുടുംബ പ്രശ്നം, അതല്ലെങ്കിൽ വേറൊരാൾ അയാളുടെ ഒരു കുടുംബ പ്രശ്നം അയാളുടെ സൗമ്യ സ്വഭാവക്കാരനായ സുഹൃത്തിനോട് പങ്കുവെച്ചു. എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കുക? അല്ല മനുഷ്യ, ഇങ്ങനെ തന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവരെന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ കുഴപ്പങ്ങൾ, എന്തെല്ലാം കുഴപ്പങ്ങൾ നിന്റെ ഭാര്യക്കുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിലും അവർ അല്ലാഹു തആല നിനക്ക് വിധിച്ചിട്ടുള്ള നിന്റെ സൗജത്തല്ലേ? അല്ലാഹു തആല നിനക്ക് വിധിച്ചിട്ടുള്ള നിന്റെ ഇണയല്ലേ അവർ? എന്ന് മാത്രമല്ല, അവർ നിന്റെ കുട്ടികളുടെ മാതാവല്ലേ? അതുകൊണ്ട് ഒരല്പം ക്ഷമയോടുകൂടി മുന്നോട്ട് പോയിക്കൂടെ? അതല്ലേ നിന്റെ കുട്ടികളുടെ ഭാവിക്ക് ഏറ്റവും നന്നാവുക? നേരത്തെ പരുക്കൻ പ്രകൃതക്കാരനായ മനുഷ്യൻ ആ അഭിപ്രായം പറയുന്നതോടുകൂടി ആ അഭിപ്രായം മറ്റേയാൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ആ മനുഷ്യന്റെ കുടുംബം കുളം തോണ്ടിയിട്ടുണ്ടാവും. എന്നാൽ ഇങ്ങനെയുള്ള അഭിപ്രായമാണ് ഒരാൾ മറ്റൊരാൾക്ക് കേൾപ്പിക്കുന്നതെങ്കിൽ അത് പല കുടുംബങ്ങളെയും നിലനിർത്തുന്ന ഘടകമാവും എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വഭാവം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെൻ്റെ ജീവിതത്തെ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന അർത്ഥത്തിൽ തന്നെ, ഗൗരവത്തിൽ നമ്മളത് പരിഗണിക്കാം. സൗമ്യത,
അത് വലിയൊരു മൂല്യമായിട്ട് ഏറ്റെടുക്കുവാൻ ഇന്നത്തെ കാലത്ത് വിശേഷിച്ച് നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലൂടെ ഒരു യഹൂദൻ നടന്നു പോകുമ്പോൾ ആ ജൂതൻ പ്രവാചകന് സലാം പറയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് പോലെ അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ അതിന്റെ നേരെ വിപരീത അർത്ഥമാണ് അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ. ലാമില്ലാതെയാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ, നിങ്ങൾക്ക് ശാപമുണ്ടാവട്ടെ. പ്രവാചകന് മനസ്സിലായി ഇത് അസ്സലാമു അലൈക്കും എന്നല്ല, അസ്സാമു അലൈക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകനൊന്നും മിണ്ടിയില്ല. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടു. പ്രവാചകന്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം, നിങ്ങൾക്കും നാശമുണ്ടാവട്ടെ. തത്തുല്യമായ രീതിയിൽ ഉരുളക്കുപ്പേരി എന്ന രീതിയിൽ ഒരു പ്രതികരണം ആ ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ നടത്തി എന്നുള്ളതാണ്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ അങ്ങനെ ചെയ്തേക്കരുത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലിഹി, നിശ്ചയം അല്ലാഹു സൗമ്യനാണ്. അല്ലാഹു തആല എല്ലാ കാര്യങ്ങളിലും സൗമ്യത ഇഷ്ടപ്പെടുന്നവനാണ്. നമ്മൾ ക്ഷമിക്കുക വേണ്ടത്. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആയിഷ, യാ ആയിഷതു ഇർഫഖി, നീ സൗമ്യത കൈകൊള്ളണം ആയിഷ. ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ ദല്ലഹും അലാ ബാബിർ റിഫ്ഖ്, അള്ളാഹു ഒരു കുടുംബത്തിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർക്ക് സൗമ്യതയുടെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സൗമ്യമായിട്ട് പെരുമാറണം ആളുകളോട്. ആളുകൾ പല നിലക്കുള്ളവരാണ്, പല നിലയിൽ പെരുമാറുന്നവരാണ്. അവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നതിലല്ല നന്മയുള്ളത്. സൗമ്യമായ പെരുമാറ്റം, സൗമ്യതയുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറണം. സൗമ്യതയുള്ള മനുഷ്യർ ശാന്തനും ലോലമനസ്കനും ജനങ്ങൾക്ക് പ്രിയങ്കരനുമായിരിക്കും. അയാൾ ആളുകൾക്ക് ധാരാളം സന്തോഷം നൽകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും സമൂഹത്തിലെ പ്രതിസന്ധികളാണെങ്കിലും സൗമ്യമായ ശൈലിയിൽ പരിഹരിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രശ്നപരിഹാരക്കാരാണ് എല്ലാ കാലത്തും വേണ്ടത്. സൗമ്യമായിട്ട് വിഷയങ്ങൾ മധ്യവർത്തികളായിട്ട് പരിഹരിക്കുക. അവിടെ അങ്ങനെ പരിഹരിക്കാൻ കഴിയുന്ന ആളുകൾ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സമൂഹത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ അബൂ സുഫിയാൻ വലിയ പ്രാധാന്യമുണ്ട്. മക്കാ വിജയഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ ഫമൻ ദഖല ദാര അബാ സുഫിയാൻ ഫഹുവ ആമിൻ, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അയാൾ നിർഭയനാണ്. എന്താണ് ഇസ്ലാമിക ചരിത്രത്തിൽ അബൂ സുഫിയാൻ ഇത്ര വലിയ പ്രാധാന്യം വരാൻ കാരണം അബൂ സുഫിയാൻ അറേബ്യൻ സമൂഹത്തിൽ നിർവഹിച്ച വലിയ സേവനങ്ങളുണ്ട്. ആ സേവനങ്ങൾക്ക് വലിയ ചരിത്രമുണ്ട്. അദ്ദേഹം മുസ്ലിമാവുന്നത് നമുക്കറിയാം ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ആ ഘട്ടത്തിലാണ്, മക്കാ വിജയ ഘട്ടത്തിലാണ്. അതിനു മുമ്പ് തന്നെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ സൗമ്യമായി മധ്യവർത്തിയായിരുന്നു കൊണ്ട് നീതിപൂർവം പരിഹരിക്കുന്നതിൽ വലിയ പങ്കാളിത്തം അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സമൂഹത്തിൽ അബൂ സുഫിയാന്റെ സ്ഥാനമെന്ന് പറയുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ദമ്പതിമാർക്കിടയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും, ഗോത്രങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും, രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടായി കഴിഞ്ഞാലും അബൂ സുഫിയാൻ ഇടപെടുകയാണ് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് പോലും പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളായിരുന്നു പിന്നീട് യുദ്ധങ്ങളിൽ കലാശിച്ചിരുന്നത് എന്നുള്ളതാണ്. മിക്ക വിഷയങ്ങളും അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം പരിഹരിച്ച വലിയൊരു വിഷയമുണ്ട്. അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അദ്ദേഹം മുസ്ലിമാവുന്നതിന്റെ മുമ്പ് പരിഹരിച്ച വലിയൊരു വിഷയമാണ്. അതെന്താണെന്നറിയോ? ബദർ യുദ്ധാനന്തരം ഒരു മാസത്തിന് ശേഷം പ്രവാചകപുത്രി സൈനബ് റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയായിരുന്നു. ബദർ യുദ്ധം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസ്,
അവരോട് യാത്രക്ക് തയ്യാറാവാൻ ആവശ്യപ്പെട്ടു. ബദറിൽ വെച്ച് വളരെ ദയനീയമായ രീതിയിൽ തങ്ങളെ പരാജയപ്പെടുത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെന്നില്ലാത്ത വിരോധം ഖുറൈശികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സൈനബിന്റെ മക്കയിലേക്കുള്ള പ്രയാണമെങ്ങാനും ഖുറൈശികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്റെ പുത്രിയെ അവർ ശരിപ്പെടുത്തും, വധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ കൂടെ അവർ പുറപ്പെട്ടാൽ ഖുറൈശികൾ കണ്ടുമുട്ടുമെന്ന് ഭർത്താവ് അബുൽ ആസ് ആശങ്കിക്കുകയാണ്, ഭയപ്പെടുകയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ കൂടെ പുറപ്പെട്ടില്ല. മറിച്ച് ഭർത്താവിന്റെ സഹോദരൻ കിനാനയോട് സൈനബിനെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് കിനാന അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൂട്ടിക്കൊണ്ട് സൈനബുമായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഒട്ടകപ്പുറത്ത്, ഒട്ടക കൂടാരത്തിൽ കയറ്റിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ അബുൽ ആസ് കൂടെയില്ലെങ്കിലും യഥാർത്ഥത്തിൽ കിനാനയുടെ കൂടെയുള്ളത് മുഹമ്മദിന്റെ പുത്രി, അവരുടെ ഭാഷയിൽ മുഹമ്മദിന്റെ പുത്രി, നമ്മുടെ ഭാഷയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹയാണെന്ന് ഖുറൈശികൾക്ക് ബോധ്യമായി. ഈ യാത്ര ചെയ്യുന്ന കിനാനയുടെ കൂടെ പോകുന്ന സൈനബാണെന്ന് അവർക്ക് മനസ്സിലായി. ബദറിൽ നമ്മെ അടിച്ചമർത്തിയ മുഹമ്മദിന്റെ മകളെ എന്തിന് നമ്മൾ മദീനയിലേക്ക് രക്ഷപ്പെടാൻ അനുവദിക്കണം? അവരിൽ ചിലർ പ്രവാചകന്റെ പുത്രിയുടെ നേർക്ക് അമ്പുകൾ എയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. വലിയ പ്രതിരോധം തീർത്തു കിനാന. സൈനബിന് വേണ്ടി വലിയ പ്രതിരോധം തീർത്തു അദ്ദേഹം. സൈനബ് റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞുകൊണ്ട് അബൂ സുഫിയാൻ ഓടിയെത്തുകയാണ്. ഓടി വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത്. കിനാനയും അതുപോലെ തന്നെ സൈനബും അതുപോലെ തന്നെ കിനാനയുടെ ഭാര്യയും യാത്ര ചെയ്യുന്ന ഒട്ടക കൂടാരത്തിലേക്ക് ഖുറൈശികൾ ഇങ്ങനെ അമ്പുകൾ എയ്തുകൊണ്ടിരിക്കുന്നു. സൈനബിന്റെ ജീവൻ തന്നെ അപകടത്തിൽ പെടുത്തുമാർ വലിയ ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അബൂ സുഫിയാൻ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, അല്ല കിനാന, നിങ്ങളുടെ യാത്ര ഇപ്പോൾ പാടില്ല. അമ്പയ്യുന്നവരോട് പറഞ്ഞു, അമ്പയ്യൽ നിങ്ങൾ നിർത്തണം, നമുക്ക് ഈ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരമുണ്ടാക്കാം. എന്തായിരുന്നു പരിഹാരം? പറഞ്ഞു, തൽക്കാലം നിങ്ങൾ മക്കയിലേക്ക് തന്നെ മടങ്ങണം. കിനാന, ഇത് ഖുറൈശികൾക്ക് വലിയ നാണക്കേടാണ്. ബദറിൽ അവർ തോറ്റിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. അങ്ങേയറ്റം ദയനീയമായ തോൽവിയാണ് ഖുറൈശികൾ ബദറിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഈ പട്ടാപ്പകൽ ബദറിൽ തോറ്റതിന് ശേഷം പട്ടാപ്പകൽ മുഹമ്മദിന്റെ പുത്രി സൈനബുമായിട്ട് വീണ്ടും മദീനയിലേക്ക് കിനാന രക്ഷപ്പെടുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സൈനബ് രക്ഷപ്പെടുകയാണെങ്കിൽ, അത് യഥാർത്ഥത്തിൽ ഖുറൈശികൾ ഒന്നുകൂടി തോൽക്കുകയാണ്. ബദറിൽ തോറ്റ ഖുറൈശികൾ വീണ്ടും തോൽക്കുന്നത് അവരാഗ്രഹിക്കില്ല. അതുകൊണ്ട് നിനക്കും സൈനബിനും ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ ഔദാര്യമാണ്, അവര് നിങ്ങൾക്ക് നൽകിയ സുരക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തൽക്കാലത്തേക്ക് കിനാന മക്കയിലേക്ക് തന്നെ മടങ്ങണം, മദീനയിലേക്ക് പോകണ്ട. ഇനി ഒരു മാസം കഴിഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം, ഇതുപോലെ പകലൊന്നുമല്ല, ഒരു അർദ്ധരാത്രിയിലോ അതല്ലെങ്കിൽ അതിനെ പറ്റിയൊരു സമയം തെരഞ്ഞെടുത്തുകൊണ്ട് സൈനബിനെ തന്റെ പിതാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം. ഒരു മകളെയും പിതാവിൽ നിന്ന് മറച്ചു വെക്കുക എന്നോ പിതാവിന്റെ അടുക്കലേക്ക് ഒരു മകളും പോകാൻ പാടില്ല എന്നോ യാതൊരു വാശിയും ഞങ്ങൾക്കില്ല. മക്കൾ അവരുടെ പിതാവിന്റെ കൂടെ തന്നെ ജീവിക്കട്ടെ, അങ്ങനെ തന്നെയാവട്ടെ. പക്ഷേ ഈ ഒരു സമയത്ത് വേണ്ട യാത്ര ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം കിനാന യാത്ര പുറപ്പെട്ടു സൈനബുമായി. കിനാനയുടെ ഭാര്യയും അതുപോലെ തന്നെ സൈനബുമായിട്ട് കിനാന മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി എന്നുള്ളതാണ്. അവിടെയും ഇടനിലക്കാരനായിരുന്നു കൊണ്ട്, സൗമ്യമായ ഒരു മധ്യവർത്തിയായിരുന്നു കൊണ്ട്, നീതിപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ അബൂ സുഫിയാന്റെ ഇടപെടൽ നമ്മൾ കാണുന്നു. അതുപോലുള്ള ആളുകളാണ് സമൂഹത്തിൽ എപ്പോഴും ആവശ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി വധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ട മകളെ സൈനബ് ബിൻതി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി സൈനബിനെ വധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അബൂ സുഫിയാന്റെ നിലപാട് കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ്. എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല വേണ്ടത്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുമോ? ഇവിടൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ മധ്യവർത്തിയായി നിൽക്കുന്ന ആളുകൾ തന്നെ വലിയ കുഴപ്പക്കാരാണെങ്കിലോ,
അവര് തന്നെ പരുക്കൻ സ്വഭാവക്കാരും മുൻകോപികളുമാണെങ്കിലോ? ഒരു വിവാഹമോചനത്തിന്റെ മുന്നോടിയായിട്ട് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഹക്കമായിട്ട് മധ്യവർത്തിയായിട്ട് രണ്ട് ഗ്രൂപ്പുകൾ ഇരിക്കുകയാണ്. അവരുടെ പ്രശ്നമൊന്ന് രമ്യമായി പരിഹരിക്കണം. ഈ ഗ്രൂപ്പുകൾ ഇരിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവേണ്ടുന്ന സ്വഭാവമുണ്ടല്ലോ. ഈ ഭാര്യയുടെ കുടുംബത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു ഗ്രൂപ്പും ഉണ്ടാവും. ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ഭർത്താവിന്റെ കുടുംബത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പും ഉണ്ടാവും. ഇവരുടെ സ്വഭാവം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇവർക്കൊരു നിഷ്പക്ഷ നിലപാട്, ഇവർക്കൊരു നീതിപൂർവമായ സൗമ്യമായ നിലപാടുണ്ടാകുമ്പോഴേ ആ പ്രശ്നം ചെറിയ രീതിയിലെങ്കിലും അതല്ലെങ്കിൽ ഒരു തൊലാക്കിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയണമെങ്കിൽ ഈ പറയുന്ന മധ്യവർത്തികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ നിലപാട് പരമപ്രധാനമാണ്. അതുകൊണ്ട് മധ്യമവും നീതിപൂർവമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കുടുംബങ്ങളിലെ പ്രശ്നവും മഹല്ലുകളിലെ പ്രശ്നവും രാജ്യാന്തരങ്ങളിലെ പ്രശ്നവും എല്ലാം പരിഹരിക്കാൻ കഴിയും. ഇന്നിപ്പോ ഫലസ്തീൻ പ്രശ്നമാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. എല്ലാവരും ചർച്ച ചെയ്യുന്ന ഫലസ്തീനെ കുറിച്ചാണ്. ഈ പ്രശ്നം ഇനി പരിഹരിക്കപ്പെടില്ലേ എന്നാണ് പലരും കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. എവിടെ ചെന്നെത്തും എന്നൊക്കെയാണ് ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിനൊക്കെ, ആ വേദനയ്ക്കും ആ കരച്ചിലിനുമൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ അള്ളാഹു എല്ലാം പരിഹരിച്ചു തരും, അള്ളാഹു പരിഹരിച്ചു തരട്ടെ. പക്ഷെ ഇന്നിത് പരിഹാരമില്ലാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ മധ്യവർത്തികളായ ആളുകൾ ആരാണ്? ഇടനിലക്കാരായിരുന്നു കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല, ആളി കത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഏറ്റവും വലിയ വംശവെറിയനും അതുപോലെ തന്നെ വിദ്വേഷിയും പരുക്കൻ സ്വഭാവക്കാരനും എല്ലാമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ, അമേരിക്കൻ പ്രസിഡന്റിനെ പോലുള്ള ആളുകൾ ഇതിന്റെ മധ്യവർത്തിയായിട്ട് നിൽക്കുമ്പോ യുദ്ധം കൂടുതൽ വഷളാവുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ നിന്ന് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് പലായനം ചെയ്യുകയാണ്. കരയുദ്ധത്തിന്റെ സ്വഭാവത്തിലേക്ക് ഇവിടെ കടന്നു കയറിക്കൊണ്ട്, ഗസയിൽ കടന്നു കയറിക്കൊണ്ട് എല്ലാം വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം. യാത്രയിൽ നടക്കാൻ കഴിയാത്ത വാഹനത്തിൽ പോലും യാത്ര ചെയ്യുമ്പോൾ പ്രയാസപ്പെടുന്ന ആളുകൾ വളരെ ദീർഘ ദൂരം നടക്കുകയാണ്. വൃദ്ധജനങ്ങൾ, രോഗികൾ. എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും അത് പരിഹരിക്കപ്പെടേണ്ടുന്ന ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിൽക്കാൻ പാടില്ല. യുദ്ധം തുടരുമ്പോഴേ അദ്ദേഹത്തിന്റെ ഭാവിയുള്ളൂ എന്നുള്ള തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് ഈ ഭരണത്തിൽ പിടിച്ചു തൂങ്ങാൻ കഴിയണമെങ്കിൽ യുദ്ധം തുടരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ആളുകൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടനിലക്കാരായി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ എവിടെയൊക്കെയോ ചേർന്നുകൊണ്ട്, എന്നല്ല കൃത്യമായ ഇസ്രയേൽ പക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട്, ഇസ്രയേൽ പക്ഷത്തിൽ ചേർന്നുകൊണ്ട്, അങ്ങനെയാണ് അമേരിക്കയുടെ ഇന്നത്തെയും നിലപാട്. എന്ന് മാത്രമല്ല, വളരെ പരുക്കൻ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നിരന്തരമായിട്ട് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേതാണെങ്കിലും അതുപോലെ തന്നെ സമൂഹത്തിലേതാണെങ്കിലും മഹല്ലിലേതാണെങ്കിലും രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം പരിഹരിക്കപ്പെടുന്ന സൗമ്യമായ സ്വഭാവങ്ങളിലൂടെയാണ്. അത് കുടുംബത്തിൽ മാത്രമല്ല, അത് രാഷ്ട്രാന്തരീയ നിലപാടുകൾ, നയതന്ത്രങ്ങളിലടക്കം സൗമ്യതയുണ്ടാവണം എന്നുള്ളതാണ്. അതാണ് ആധുനിക കാലം. സൗമ്യതയുടെ പ്രാധാന്യം അത്രത്തോളമുണ്ട് എന്നതാണ് ലോകത്തെ പഠിപ്പിക്കുന്നത് എന്ന് സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോഴും ഭരണാധികാരികൾക്ക് ജനങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു ഗുണകാംക്ഷ ഉണ്ടാവണം. ജനങ്ങളോട് നേതാക്കൾക്ക് ഗുണകാംക്ഷ ഉണ്ടാവണം. അതിന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയും കാലം 20 വർഷം ഗവർണറായും 20 വർഷം ഖലീഫയായും അങ്ങേക്ക് എങ്ങനെ മുന്നോട്ട് പോവാൻ സാധിച്ചു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ എനിക്കും ജനങ്ങൾക്കുമിടയിൽ ഒരറ്റം എൻ്റെ കയ്യിലും മറ്റേ അറ്റം ജനങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്ന ഒരു കയറുണ്ടായിരുന്നു. ഒരു കയറ്, അതിൻ്റെ ഒരറ്റം ജനങ്ങളുടെ കയ്യിലാണ്, ഒരറ്റം എൻ്റെ കയ്യിലാണ്. ജനങ്ങൾ വല്ലാണ്ട് പിടിച്ചു വലിക്കുമ്പോൾ ഞാനൊന്ന് അയച്ചു കൊടുക്കും.
ഞാനൊന്ന് ശക്തമായി പിടിച്ചു വലിക്കുമ്പോൾ ജനങ്ങളൊന്ന് അയച്ചു തരും. അതുകൊണ്ട് ആ കയറ് പൊട്ടിപ്പോവാതെ, ആ ബന്ധം പൊട്ടിപ്പോവാതെ ഒരുപാട് കാലം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദുർവാശിക്കാരായിട്ട് ഭരണാധികാരികൾ മാറാൻ പാടില്ല. ദുർവാശിക്കാരായിട്ട് ലോക ഭരണാധികാരികൾ മാറുന്നു. അപ്പൊ ലോകത്തെ പ്രശ്നം അവസാനിക്കുന്നില്ല. ദുർവാശിക്കാരനായി കുടുംബനാഥൻ മാറുമ്പോ, അതല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ രണ്ടു വശത്തും ഇരിക്കുന്ന ആളുകൾ ദുർവാശിക്കാരായിട്ട് മാറുമ്പോ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. കയറ് പൊട്ടിപ്പോവാൻ പാടില്ല. കുടുംബത്തിന്റെ കയറും പൊട്ടിപ്പോവാൻ പാടില്ല. കുടുംബനാഥന്മാർ ഭാര്യയോടും മക്കളോടും സൗമ്യവും ക്ഷമാപൂർവമായ നിലപാടുകൾ കൈകൊള്ളുമ്പോഴാണ് പൊട്ടാത്ത കയറായിട്ട്, മീസാഖുൻ ഖലീലായിട്ട് എന്നെന്നും ആ കുടുംബം നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരാൾ തന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി. ഒരു മനുഷ്യൻ തന്റെ ഭാര്യയുമായിട്ട് പിണങ്ങി. അവരെ എങ്ങനെയൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി, അവരെ എങ്ങനെയെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടി, അവരോട് എങ്ങനെയെങ്കിലും ഒന്ന് ഇണങ്ങാൻ വേണ്ടി അഭിപ്രായമാരായാൻ മഹാനായ ഖലീഫ സയ്യിദ്ന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അയാൾ വന്നിരിക്കുകയാണ്. ഭാര്യയുമായിട്ട് പിണങ്ങിയ മനുഷ്യൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിക്കാൻ, ഖലീഫയോട് അഭിപ്രായം ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്താ സ്ഥിതി? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അങ്ങനെ കയർത്തുകൊണ്ടിരിക്കുന്നു, ഉച്ചത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആവട്ടെ ശാന്തനായിട്ടത് കേൾക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അട്ടഹസിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ശാന്തനായിട്ട് അതെങ്ങനെ കേൾക്കുകയാണ്. അയാൾ വാതിൽ മുട്ടിയതിന് ശേഷം അയാളങ്ങ് മടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു അത് ശ്രദ്ധിച്ചു. ഒരാൾ വാതിൽ മുട്ടിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചു. തുറന്നു നോക്കിയപ്പോൾ മടങ്ങിപ്പോകുന്ന ഒരാളെയാണ് കണ്ടത്. എന്താ താങ്കൾ മടങ്ങിപ്പോകുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു വരുത്തുകയാണ്. അയാൾ വന്നു. അപ്പോഴയാൾ പറയാൻ തുടങ്ങി, അമീറുൽ മുഅ്മിനീൻ, ഞാൻ വന്നത് എൻ്റെ പ്രശ്നം പറയാൻ വേണ്ടിയായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നത്. പക്ഷെ അങ്ങയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ അവസ്ഥ അതിലും ശോചനീയമാണ്. അങ്ങയുടെ ഭാര്യ അങ്ങയോട് അട്ടഹസിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നം അങ്ങയുടെ വീട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് ഞാനിവിടെ നിന്ന് മടങ്ങിപ്പോയത്. എല്ലാ മനുഷ്യരും അങ്ങനെയൊക്കെയാണ്. എല്ലാ വീട്ടിലും ഇതുപോലുള്ള അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് യാഥാർത്ഥ്യമാണ്. അത് കുടുംബപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തു. അവരെന്റെ ഭാര്യയാണ്, അവരെന്റെ ഇണയാണ്, അവരെന്റെ ജീവിത പങ്കാളിയാണ്. അവരെന്നോട് കുറച്ചു നേരം ദേഷ്യപ്പെട്ടു എന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. എന്റെ ഭാര്യ, എന്റെ ഇണ, എന്റെ ജീവിത പങ്കാളി എന്നതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി ധാരാളം സേവനങ്ങൾ അവർ ചെയ്യുന്നു. അവരെനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നു, അവരെ എൻ്റെ വസ്ത്രങ്ങൾ അലക്കുന്നു, ധാരാളം സേവനങ്ങൾ എനിക്ക് എൻ്റെ ഇണ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക, സൗമ്യമായ പെരുമാറ്റം എല്ലാവരോടും കാഴ്ചവെക്കുക. അതാവണ്ടേ നമ്മൾ ചെയ്യേണ്ടത്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാണ്, സൗമ്യമായ പെരുമാറ്റം. കുടുംബമാകുന്ന കയറും പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടത് സൗമ്യമായ പെരുമാറ്റമാണ്. എല്ലാ മേഖലയിലും വേണം. അധ്യാപകർ, അവരുടെ പെരുമാറ്റത്തിൽ വേണ്ടത് സൗമ്യതയാണ്. പരുക്കൻ രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇടപഴകാൻ പാടില്ല. ഏറ്റവും വലിയ മാതൃക എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃകയാണല്ലോ നമ്മൾ പറയുന്നത്. സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളോട് ചോദിക്കുന്നുണ്ടല്ലോ, അല്ല മനുഷ്യ, മുസ്ലിമായിട്ട് ഇതൊക്കെയാണോ നീ ചിന്തിക്കുന്നത് എന്നാണോ ചോദിച്ചത്? പ്രവാചകൻ അയാളുടെ കയർക്കാനുള്ള ഒട്ടേറെ സാധ്യതകളുണ്ടല്ലോ. അയാളോട് ദേഷ്യപ്പെടാനും ഒരുപക്ഷേ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ നീ പുറത്തു പോയിരിക്കുന്നു എന്നൊക്കെ അയാളോട് പറയാനുമുള്ള എത്രയോ വലിയ അവസരങ്ങളുണ്ട്. പക്ഷെ റസൂലുള്ളാഹി അയാളെ അടുത്തിരുത്തി ചോദിച്ചതെന്താ? അല്ല മനുഷ്യ, ഈ അധാർമികമായ പ്രവൃത്തി നിന്റെ മാതാവിനോട് ഒരാൾ ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നിന്റെ മകളോട്, നിന്റെ സഹോദരിയോട്, നിന്റെ ഭാര്യയോട് ഈ അധാർമിക പ്രവൃത്തി ഒരാൾ ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുമോ? ഞാൻ ഇഷ്ടപ്പെടില്ല. എന്നാൽ നീ അറിയണം, നീ ഒരു സ്ത്രീയോട് ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ സ്ത്രീ ഒന്നുകിൽ ഒരു മാതാവാണ്, അല്ലെങ്കിൽ സഹോദരിയാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യയാണ്, അല്ലെങ്കിൽ മകളാണ്. അത് നിന്റേതല്ല എന്നേ ഉള്ളൂ. അതൊരാളുടെ ഭാര്യയായിരിക്കാം, മകളായിരിക്കാം, സഹോദരിയായിരിക്കാം, അതല്ലെങ്കിൽ അമ്മയായിരിക്കാം, അമ്മായിയായിരിക്കാം. ഓരോരുത്തർക്കും, ഓരോ സ്ത്രീക്കും, ഓരോ കുടുംബത്തിലും വലിയ സ്ഥാനങ്ങളാണുള്ളത്. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്യാൻ പാടില്ല.
അള്ളാഹുവിന്റെ പ്രവാചകൻ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയാണ്. ആ മനുഷ്യൻ ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അതാണ് സൗമ്യമായ പെരുമാറ്റം. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, നിശ്ചയം ഞാൻ നിയുക്തനായത് തന്നെ ഒരു അധ്യാപകനായിട്ടാണ്. എല്ലാ മേഖലയിലും എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം. ഭീമാബദ്ധങ്ങളുടെ പേരിൽ കയർക്കുകയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. ഇതാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നിശ്ചയം പ്രവാചകരെ നിങ്ങൾ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സഹോദരങ്ങളെ. ദേഷ്യം വരുന്ന ഘട്ടത്തിൽ ജഡ്ജിമാര് വിധി നടത്തുക പോലും ചെയ്യാൻ പാടില്ല എന്നാ. ദേഷ്യം വരുമ്പോ ജഡ്ജിമാര് വിധി നടത്തുക പോലും ചെയ്യാൻ പാടില്ല എന്നല്ല. ദേഷ്യമുള്ള അവസ്ഥയിൽ ഒരു വിധികർത്താവും ഒരു ജഡ്ജിയും വിധി നടത്താൻ പോലും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും, അധ്യാപകർക്കും ഭരണാധികാരികൾക്കും രക്ഷിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും പൊതുപ്രവർത്തകർക്കും അവരുടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ സൗമ്യമായ പെരുമാറ്റമാണ് ആവശ്യം. ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന കുവൈത്തിലെ പ്രസിദ്ധനായ ഒരു ഇസ്ലാമിക പ്രബോധകനുണ്ട്. അദ്ദേഹം കുവൈത്തിലെ ഒരു ജയിലിൽ, അത് തന്നെ കൊലപാതകം ചെയ്ത ആളുകൾ താമസിക്കുന്ന, കൊലക്കുറ്റം ചെയ്ത ആളുകൾ താമസിക്കുന്ന വാർഡിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്, അദ്ദേഹത്തിന്റെ ഒരു ദീനീ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുവൈത്തിലെ കൊലക്കുറ്റം ചെയ്ത ആളുകളുടെ വാർഡിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തുകയാണ്. ഒരു നല്ല പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നു, കൂട്ടത്തിലൊരാൾ. എല്ലാവരും സെല്ലിലേക്ക് തിരിച്ചുപോയി. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സെല്ലുകളിലേക്ക് പോയി. പക്ഷെ ഒരാൾ വന്നു. അയാൾ തിരിച്ചു പോവാതെ അദ്ദേഹം താൻ ആരാണെന്ന് പരിചയപ്പെടുത്തുകയാണ് അരീഫിയോട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാർഡിലെ സാംസ്കാരിക പരിപാടികളുടെ സംഘാടകനാണ്. അപ്പോ ഡോക്ടർ അരീഫി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല മനുഷ്യ, ഇത്രയധികം ആളുകൾ എങ്ങനെയാണ് കൊലക്കുറ്റം ചെയ്തത്? എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഈ വാർഡിൽ, കൊലക്കുറ്റം ചെയ്ത ആളുകളുടെ വാർഡിൽ ഇത്രയധികം ആളുകൾ വന്നതെന്ന് അരീഫി ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്ന മറുപടി, ആരും മദ്യപിച്ചതിന്റെ പേരിലല്ല കൊലക്കുറ്റം ചെയ്തത്, മറിച്ച് കോപമായിരുന്നു. മിക്ക ആളുകളെയും, ആൾമോസ്റ്റ് മിക്ക ആളുകളെയും കോപമായിരുന്നു കൊലക്കുറ്റത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പച്ചക്കറിക്കാരനോടും പെട്രോൾ ബാങ്കിലെ തൊഴിലാളിയോടും അങ്ങനെയുള്ള ആളുകളോട് എല്ലാവരോടും കയർത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളോട് ആ ഓട്ടോറിക്ഷയുടെ കൊടുക്കാനുള്ള വേതനത്തിന്റെ പേരിൽ കയർത്തുകൊണ്ട്, എല്ലാം തന്നെ പരസ്പരം തർക്കിച്ചുകൊണ്ട് പലപ്പോഴും കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത് എന്ന് ഡോക്ടർ അരീഫിയോട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം കോപത്തിലേക്ക് പോകുന്നുണ്ടോ, നമ്മുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ്. ഗദ്ബാനാവാൻ പാടില്ല, മുൻകോപിയാവാൻ പാടില്ല. ലൈസ ശദീദു ബിസ്സുറഅതി വലാകിന്ന ശദീദു മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ശക്തവാനായ ആളെന്ന് പറയുന്നത് ഗുസ്തിയിൽ പരാജയപ്പെടുത്തുന്നവനല്ല, മറിച്ച് ദേഷ്യം വരുമ്പോ ആത്മനിയന്ത്രണം പാലിക്കാൻ കഴിയുന്നവനാണ് നിങ്ങളിൽ ശക്തവാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ശൗര്യം കൊണ്ടാണ്, അതല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണ് ഒരു മനുഷ്യൻ അയാളുടെ മഹത്വമെങ്കിൽ അത് ഹിംസ്രജീവികൾക്കാണ് മനുഷ്യനേക്കാൾ മഹത്വമുണ്ടാവേണ്ടിയിരുന്നത്. അവർക്ക് മനുഷ്യനേക്കാൾ കൂടുതൽ ശൗര്യം കൂടുതലാണ്, മനുഷ്യരെക്കാൾ കൂടുതൽ കോപവും ക്രോധവും കൂടുതലാണ്. അതുകൊണ്ട് മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ ആത്മനിയന്ത്രണ ശേഷിയാണ്. ആത്മനിയന്ത്രണ ശേഷി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് എന്നെന്നും സൽസ്വഭാവികളായിട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. സൽസ്വഭാവം ഇഹത്തിൽ മാത്രമല്ല പരത്തിലും അത് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമായി മാറുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ നസ്ഖലു ഫിൽ മീസാൻ മിൻ ഹുസ്നിൽ ഖുലുഖ്. അന്ത്യദിനത്തിൽ തുലാസിൽ ഏറ്റവും അധികം ഭാരം തൂങ്ങുന്നത് സൽസ്വഭാവമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശദീകരിച്ചു, ഇന്ന അഹബ്ബകും ഇലയ്യ വ അഖറബകും മിന്നി മജ്ലിസൻ അഹാസിനുകും അഖ്ലാഖാ. നിശ്ചയം നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പരലോകത്ത് എന്നോട് സ്ഥാനം കൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്നതും നിങ്ങളിൽ നല്ല സ്വഭാവമുള്ള ആളുകളായിരിക്കും. വഇന്ന അബ്ഗലകും ഇലയ്യ വ അബ്അദകും മിന്നി ഫിൽ ആഖിറതി അസ്വഉകും അഖ്ലാഖാ.
നിശ്ചയം നിങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം ദേഷ്യമുള്ളതും അതുപോലെ തന്നെ പരലോകത്ത് എന്നിൽ നിന്ന് ഏറ്റവും അധികം അകന്നു നിൽക്കുന്നതും നിങ്ങളിൽ ഏറ്റവും മോശം സ്വഭാവക്കാരായ ആളുകളായിരിക്കും. അതുകൊണ്ട് പ്രവാചക മാതൃകയിൽ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമകളാവാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു ഹുസ്നുൽ ഖുൽഖിന്റെ സൽ സ്വഭാവത്തിന്റെ ഉടമകളായി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, നമ്മുടെ കുടുംബ ജീവിതത്തിലും, നമ്മുടെ അധ്യാപന മേഖലയിലും, അതുപോലെ നമ്മുടെ പൊതുപ്രവർത്തന മേഖലയിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൽ സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് മുന്നോട്ട് പോവാൻ നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും അല്ലാഹു നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യാസന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബങ്ങൾക്കിടയിൽ അള്ളാഹു തആല പരസ്പരമുള്ള ഇണക്കം ശക്തിപ്പെടുത്തുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹു പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തുമാറാവട്ടെ. പടച്ച തമ്പുരാനെ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഗസയിലെ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ അള്ളാഹുവേ ദുരിതത്തിൽ നിന്ന് പടച്ച തമ്പുരാനെ നീ രക്ഷപ്പെടുത്തേണമേ റബ്ബേ. അള്ളാഹുവേ, അവരെ കൂട്ടപ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച തമ്പുരാനെ, ഈ ദുരിതത്തിനൊരു അവസാനം കാണിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഗസൻ ജനതയ്ക്ക്, ഗസാവികൾക്ക് അള്ളാഹുവേ സമ്പൂർണമായ വിജയം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, പോരാളികൾക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അള്ളാഹുവേ, സയനിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണമേ തമ്പുരാനെ. അള്ളാഹുവേ, സൈനികരെ നീ
ഉന്മൂലനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ സയനിസ്റ്റുകളുടെ ശക്തി നീ നശിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ സാമ്രാജ്യത്വവും സൈനിസവും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളെ, ഗൂഢാലോചനകളെ അല്ലാഹുവേ എല്ലാ അർത്ഥത്തിലും നീ പരാജയപ്പെടുത്തണമേ റബ്ബേ. പടച്ചവനെ ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. പടച്ചവനെ നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ പടച്ചവനെ നിനക്ക് കോടാനകോടി അടിമകളുണ്ട്, ദാസന്മാരുണ്ട്. പടച്ചവനെ ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ അല്ലാഹുവേ ഉടമസ്ഥനായി, നാഥനായി, റബ്ബായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ സദുദ്ദേശങ്ങളെ, എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരണമേ തമ്പുരാനെ. اللهم ارضى عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في غزه، اللهم انصرهم في كل مكان. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.